Namaskaram, welcome to Saris videos, vlogs, whatever you call it. ഇന്ന് നമുക്ക് എൻ്റെ സോളോ ട്രാവൽ ടു വാരണാസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ മലയാളിയാണ്. ഞാൻ വാരണാസിയിലോട്ട് പോയത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ലോട്ട് ഓഫ് വിമൻ we still are struggling to break that fear of traveling alone. ഇപ്പോഴും നമുക്ക് ആരെങ്കിലൊക്കെ കൂടെ വേണം. അതൊരു ശീലമാണല്ലേ. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഇപ്പം കോളേജിലായാലും ഓഫീസിലായാലും ഐ എം ഗോയിങ് ടു ദ വാഷ്റൂം, യു വോണ്ട് ടു കം. അതാണ് നമ്മുടെ ഒരു റിയൽ നേച്ചർ അല്ലേ. അപ്പോൾ രണ്ട് പെണ്ണുങ്ങളും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ പോവും. പിന്നെ അവിടുന്ന് ഇങ്ങനെ തമാശയും കുറച്ചിത്തിരി മേക്കപ്പും എല്ലാം ചെയ്ത് തിരിച്ച് പുറത്തേക്ക് വരും. അതൊരു കോമൺ പ്രാക്ടീസാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഹീലിംഗ് ടു. അത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും തോന്നും ഫ്രണ്ട്സ് കൂടെ വേണം, ആരെങ്കിലും ഫാമിലി കൂടെ വേണം, ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിയെങ്കിലും കൂടെ വേണം. അങ്ങനെ ഒരു ശീലം നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉണ്ട് അല്ലേ. അതും അങ്ങനെ ട്രാവൽ ചെയ്യുന്നതും മോശമല്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് വേറെ തന്നെ ഒരു അനുഭവമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ച് ഇതുവരെയും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലോ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ചിലപ്പം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ വാരണാസിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോയത് ഫ്ലൈറ്റിനായിരുന്നു. പിന്നെ നമുക്ക് ട്രെയിനുണ്ട്, ബസ്സുണ്ട്, അതൊക്കെ ഗൂഗിൾ ചെയ്ത് നമുക്കറിയാൻ പറ്റും എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതൊക്കെ അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ഒരു വലിയ കാര്യമില്ല. നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും എവിടെ പോകാം, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണ്, ഏകദേശം കോസ്റ്റ് എന്ത് വരും, നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് എനിക്ക് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ ഞാൻ പാക്കിങ് മുതൽ പറയാം. ആദ്യം നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഒരു 4-5 ദിവസത്തെ ഒരു സോളോ ട്രിപ്പിനാണ് പോകണമെങ്കിൽ മൈ സജഷൻ വുഡ് ബി ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ പാക്കിങ് ചെയ്യരുത്. ഇപ്പം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ഇൻസ്റ്റാ ഫ്രണ്ട്ലി ആവാനും പിന്നെ പിക്ചേഴ്സിൽ ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ഇടാനൊക്കെയുള്ള ഒരാഗ്രഹം കാരണം ഒരുപാട് ലോഡ് എടുത്തിട്ട് ഒരുപാട് തുണികൾ പാക്ക് ചെയ്ത് ഷൂസ് പാക്ക് ചെയ്തിട്ടൊന്നും പോയാൽ അത് നമ്മളെ ലിമിറ്റ് ചെയ്യും. അവിടെ പോയിട്ടുള്ള നമ്മുടെ ട്രാവലിനെ, നമ്മുടെ മൂവ്മെൻറ്റിനെയൊക്കെ ഈ തുണിയുടെയും ബാഗേജിൻ്റെയും ഭാരം ലിമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ ഫ്രീ ആയിട്ടല്ലേ നിൽക്കണ്ടേ, വെറുതെ ഈ ഭാരവും താങ്ങി നടക്കാനല്ലല്ലോ നമ്മൾ ഇത്രയും പണിപ്പെട്ട് അവിടെ എത്തിയത്. അപ്പോൾ ട്രൈ ടു പാക്ക് ലൈറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ആദ്യം അവിടെ പോകുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥ എന്താ, ടെമ്പറേച്ചർ എന്താ, ഇപ്പോൾ ക്ലൈമറ്റ് എന്താണെന്നൊക്കെ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ വിൻ്റർ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇന്നർ തേർമൽ വെയർ, പിന്നെ അതിൻ്റെ മേലെ ഒരു സ്വെറ്റർ, മേ ബി സംടൈംസ് യു നീഡ് എ ജാക്കറ്റ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. 3 layers. അപ്പോൾ ഈ 3 layers നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ അതിനുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചേ ഒക്കുള്ളൂ. കാരണം നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് എക്സ്ട്രീം വെതർ പെട്ടെന്ന് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ, അതിവിടെ ഭയങ്കര വിൻ്റർ ഉള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ഇല്ലാതെ, നല്ല വിൻ്റർ ജാക്കറ്റ്സ് ഒന്നും ഇല്ലാതെ, സോക്സ് ഇല്ലാതെ, ക്യാപ്പ് ഇല്ലാതെ, മഫ്ലർ ഇല്ലാതെ നമ്മൾ അവിടെ എത്തുവാണെങ്കിൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് നമുക്ക് പനി പിടിക്കും, ജലദോഷം പിടിക്കും, നമ്മുടെ ആരോഗ്യം മോശമാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെടാനല്ലല്ലോ പോയത്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ടു എൻജോയ് ദ പ്ലേസ്. അവിടെ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഹെൽത്താണ്. അതിന് വേണ്ടത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രോപ്പർ ക്ലോത്തിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഷൂസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വിൻ്റർ ഉള്ള സ്ഥലത്ത് നമ്മൾ നല്ല സ്ലിപ്പറും ഹൈ ഹീലും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൗണ്ടൈനി ആയിരിക്കും, അല്ലെങ്കിൽ സാൻഡ് ആണെങ്കിലും എന്താണെങ്കിലും
നമ്മൾ എവിടെയാണോ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ആക്ടിവിറ്റിയിലാണോ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഫുട്വെയർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് പുതിയ ഷൂസ്, ബ്രാൻഡ് ന്യൂ ഷൂസ് വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ ഒരു ട്രക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തോ മൗണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പോയി ചിലപ്പോൾ ഷൂ ബൈറ്റ് ഉണ്ടാവാം. അത് വെരി അൺകംഫർട്ടബിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂസ്, നമ്മളെപ്പോഴും ഡെയിലി വാക്കിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കിംഗ് ഷൂസ്, അത് യൂസ് ചെയ്യുക. അതാണ് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആയിട്ടുള്ള, നമ്മൾ ശീലിച്ചിട്ടുള്ള ആ ഷൂസ് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നമുക്കത് മോർ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഒരുപാട് ഷൂസൊക്കെ പാക്ക് ചെയ്താൽ നന്നായി. ഇന്ന് ഞാൻ ബ്ലാക്ക് ഡ്രസ്സില്ല, എൻ്റെ അറ്റയർ ബ്ലാക്ക്, അപ്പോൾ ബ്ലാക്ക് ഷൂസ്, അല്ലെങ്കിൽ വൈറ്റ് ഷൂസ്, അല്ലെങ്കിൽ പിങ്ക് ഷൂസ്. അത് ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അതിന് ഒരുപാട് ലഗേജ് കൂടുന്നല്ലാതെ ഇത് താങ്ങി നടക്കണം എന്നത് വേറൊരു അവസ്ഥ. അപ്പോൾ അതിന് പോവാതെ മിനിമൽ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് സോക്സ്. ജാക്കറ്റിലാണെങ്കിലും നമ്മൾ ഈ ജാക്കറ്റിൻ്റെ നെക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യണമെങ്കിൽ യു മേ ഹാവ് ടു യൂസ് എ മഫ്ലർ ഓർ എ ഷോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെക്കിന് മാത്രം ഇടാൻ പറ്റുന്ന ഒരു വുളൻ പീസ് കിട്ടാനുണ്ട്. അതൊക്കെ ഡിക്കാത്ലണിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ട്രാവലേഴ്സിന് ഏറ്റവും പറ്റിയ അഫോർഡബിൾ ബ്രാൻഡ് ഡിക്കാത്ലൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എല്ലാം അവൈലബിൾ ആണ്, നമ്മളിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുക. ക്യാപ്പ് യൂസ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഹെയർ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഫസ്റ്റ് കംസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഹെഡ്, പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ബോഡി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കയറിയത്. ബാംഗ്ലൂർ അത്രയും ഭയങ്കര തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കയറുമ്പോൾ എനിക്ക് ഇത്രയും വിൻ്ററിൻ്റെ ആവശ്യമില്ല, അല്ലേ? വിൻ്റർ ക്ലോത്ത്സ് ഇട്ടിട്ട് കയറേണ്ട ആവശ്യമില്ല. വാട്ട് വി ഷുഡ് ഡു ഇസ്, നമ്മൾ മെയിൻ കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ മാക്സിമം ക്ലോത്ത്സ്, ടോയ്ലറ്ററീസ്, ഓൾ ദോസ് തിങ്സ്, ഷൂസ്, ഇതൊക്കെ നമ്മൾ ഒരു സ്യൂട്ട് കേസിൽ പാക്ക് ചെയ്തിട്ട് അത് ലഗേജിൽ ഇടുക. എയർപോർട്ടിൽ ലഗേജിൽ വിടുക. നമ്മൾ ഹാൻഡ് ബാഗേജിൽ മേ ബി യു ക്യാൻ ക്യാരി എ സ്മോൾ സൂട്ട് കേസ് ഓർ എ ബാഗ്. അതിൽ ഹാൻഡ് പേഴ്സ് എന്തായാലും എടുക്കണം. ആ ഹാൻഡ് പേഴ്സ് എടുത്തതിൽ നമ്മൾ എന്താ വെക്കേണ്ടത്? നമ്മുടെ ആധാർ കാർഡ്, പിന്നെ എക്സ്ട്രാ മണി, അങ്ങനെ ഡോക്യുമെൻറ്റ്സ്, കാർഡ്സ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. മെഡിസിൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഹാൻഡ് ബാഗിൽ യൂസ് ചെയ്യുക. പിന്നെ ഒരു അനദർ ബാഗ് ഓർ എ സ്മോൾ സൂട്ട് കേസ് ഇൻ വിച്ച് നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആവശ്യം വരുന്ന വിൻ്റർ ക്ലോത്ത്സ് ലൈക്ക് വൺ ജാക്കറ്റ് ആൻഡ് ക്യാപ്പ്, സോക്സ്, ഇതൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ലഗേജ് കളക്ട് ചെയ്യുക, പുറത്തിറങ്ങുക. ഊബറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ടാക്സി. നമ്മളിപ്പോൾ അവിടെ എവിടെയാണോ താമസിക്കേണ്ടത് അതിലും ഒരു ഫോർ വിമൻ എസ്പെഷ്യലി ഐ എം സേയിങ്, ഇഫ് യു ആർ ട്രൈങ് ടു സ്റ്റേ ഇൻ എ ബഡ്ജറ്റ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഹോട്ടൽസ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, അത് കുറേ കാലമായിട്ടുണ്ട്. ഇറ്റ്സ് വേൾഡ് വൈഡ് ഓൾസോ. അപ്പോൾ നമ്മൾ ഹോസ്റ്റൽസിൽ താമസിക്കാം. അത് ഫീമെയിൽ ഹോസ്റ്റൽസ് ഉണ്ട്, മിക്സ്ഡ് ഡോമിട്രീസ് ഉണ്ട്, മെയിൽ ഡോമിട്രീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് വി ക്യാൻ സ്റ്റേ. വളരെ ക്ലീൻ ആൻഡ് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള ഹോസ്റ്റൽസ് ഒരുപാടുണ്ട്. ഞാൻ വാരണാസി പോകുമ്പോൾ ഞാൻ താമസിച്ചത് മുസ്റ്റാഷ് എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലിലാണ്. ഇപ്പോൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെരി ഗുഡ് ഓപ്ഷൻ. അവരുടെ ബെഡ്ഷീറ്റ്സ്, റൂം, ഹൈജീൻ എല്ലാം നല്ലതായിരുന്നു. വൈറ്റ് ബെഡ്ഷീറ്റ്സ്, നീറ്റായിട്ട്. ആൻഡ് വാഷ്റൂം കോമൺ ആയിരുന്നു. ഞാൻ താമസിച്ചത് ഹോസ്റ്റലിൽ ഒരു ഫീമെയിൽ ഡോമിട്രിയിലായിരുന്നു. ഫോർ മീ
അറ്റ് ദിസ് ഏജ് ഓഫ് 46 വയസ്സിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഒരു ഭയങ്കര പുതിയൊരു അനുഭവമാണ്. കോളേജ് വിട്ടതിന് ശേഷം ഹോസ്റ്റലിൽ നമ്മളങ്ങനെ താമസിക്കുന്നില്ല അല്ലേ. ഇത് അല്ലെങ്കിൽ നമ്മൾ ആസ് ഫാമിലി വെൻ വി ആർ ട്രാവലിങ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും ഹോട്ടൽസാണ് പ്രിഫർ ചെയ്യുക അല്ലേ. ഇത് ഹോസ്റ്റൽസ് ഞാൻ പ്രിഫർ ചെയ്യാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ലോ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് മീറ്റ് പീപ്പിൾ. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വി ആർ നോട്ട് മീറ്റിംഗ് പീപ്പിൾ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, ലഗേജ് വെക്കുന്നു, പുറത്തിറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകേണ്ട സ്ഥലം പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് കിടന്നുറങ്ങുന്നു, പിന്നെയും ദ സെയിം തിങ് വി റിപ്പീറ്റ് ദ നെക്സ്റ്റ് ഡേ അല്ലേ. ഇത് ഹോസ്റ്റൽസിലെ എന്താണെന്ന് വെച്ചാൽ യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ സെൻസ് പീപ്പിൾ ഹു ആർ ട്രാവലിംഗ്, വേൾഡ് ട്രാവലേഴ്സ്. എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ ഹാപ്പൻസ് ദെയർ. എൻ്റെ റൂമിൽ ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ. ഓക്കെ, ഞാൻ പോയ അന്ന് ഫസ്റ്റ് ഡേ വി വർ 4 പീപ്പിൾ. ഞാൻ, പിന്നെ ഒരു ഇറ്റാലിയൻ പെൺകുട്ടി, പിന്നെ ഒരു ഫ്രഞ്ച് ലേഡി, പിന്നെ വേറൊരു അനദർ ലേഡി ഫ്രം ബിഹാർ, ബട്ട് ഷീ ഈസ് എൻ IT പ്രൊഫഷണൽ ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ആ റൂം ഷെയർ ചെയ്തത്. അപ്പോൾ വാരണാസിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ മണികർണിക ഘാട്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ നമ്മുടെ ശവം ദഹിപ്പിക്കുന്ന ശവദാഹം നടക്കുന്നത് മണികർണിക ഘാട്ടിലാണ്. അവിടെ പോവാൻ കുറച്ച് ഹെസിറ്റേഷനും കുറച്ച് ഇൻഹിബിഷൻസൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂട്ടുവേണം. അവിടെ പോകുമ്പോൾ ഒരു ഒറ്റയ്ക്ക് പോകുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ചിലവർക്ക് ഉണ്ടാവില്ല, പക്ഷേ ഐ ഡെഫിനറ്റ്ലി ഹാഡ് ഈ ഫസ്റ്റ് ഡേ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഡെഡ് ബോഡീസൊക്കെ ഇങ്ങനെ അടുത്തേ കൂടെ കൊണ്ടുപോവുക, അവരെ അങ്ങനെ കത്തി നിൽക്കുന്ന കാണിക്കുക, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എസ്പെഷ്യലി ആസ് എ വുമൺ ഹൂ ഈസ് ഇൻ ദ ഹിന്ദു ഫാമിലി നമ്മൾ ശവദാഹം കാണുന്നില്ല അല്ലേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങൾ 4 പേരും കൂടെ ഈവൻ ദോ വി മെറ്റ് ഓൺലി ദെയർ, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വി സ്റ്റാർട്ടഡ് ഗോയിങ് ടുഗെദർ. എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ആൻഡ് ഞങ്ങൾ 4 പേര് പോയാലും ഒരേ കാര്യം 4 രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് കാണുന്നത്. അവരുടെ റിയാക്ഷൻസ് വിൽ ബി ബേസ്ഡ് ഓൺ ദെയർ കണ്ടീഷനിങ് ആൻഡ് ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഫ്രം ലൈഫ് അല്ലേ. അപ്പോൾ മണികർണിക ഘാട്ടിൽ എൻ്റെ റിയാക്ഷൻ ആയിരിക്കില്ല ഒരു ഫ്രഞ്ച് ലേഡിയോ ഒരു ഇറ്റാലിയൻ ലേഡിക്കോ ഉണ്ടാവുന്നത്. So it's like you see their world, their inner world, like how different it is from my inner world. ഇതൊക്കെ ഒരു ലേണിംഗ് ആണ്. നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആൻഡ് നല്ല എക്സ്പീരിയൻസസേ എനിക്കുണ്ടായിട്ടുള്ളൂ. ചീത്ത എക്സ്പീരിയൻസസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ അങ്ങനെ ബ്ലൈൻഡ്ലി നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ബിലോങ്ങിങ്സ് ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണം, നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഈ സ്പൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് യു ഡോണ്ട് നോ വാട്ട് ദേ പുട്ട് ഇൻ യുവർ ഫുഡ് ആൻഡ് നമ്മളവിടെ കിടന്നുറങ്ങുമായിരിക്കും. ആൻഡ് ദേ കെൻ ജസ്റ്റ് ലൂട്ടസ് യു ഡോണ്ട് നോ. സോ ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സെൽഫ് എപ്പോഴും ഉണ്ടാവണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈവൻ ദോ വി ആർ മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, സ്റ്റിൽ യു ഷുഡ് ബി മൈൻഡ്ഫുൾ. ദാറ്റ് ഐ വുഡ് സേ ഫോർ ഷുവർ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ആദ്യം ഞാൻ ആസ് എ സോളോ പേഴ്സൺ ഞാൻ ആദ്യം നോക്കിയത്, ഞാൻ പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നോട് ആരൊക്കെ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് സോളോ പോയിട്ട് വാട്ട് വിൽ യു ഡൂ ദെയർ, വോണ്ട് യു ഗെറ്റ് ബോർഡ് എന്ന് ചോദിച്ചു. അതിൻ്റെ എനിക്ക് ബോർഡില്ല, അങ്ങനൊരു സംഭവമില്ല. കാരണം ഞാൻ പോകുമ്പോൾ അവിടെ ഞാനിപ്പം വാരണാസിയിലെത്തി. അവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള ഒരു ചെറിയ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാം.
അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇപ്പം ഇഷ്ടംപോലെ റീൽസ് വരുന്നുണ്ട്, വാട്ട് ടു ഡു ഇൻ വാരണാസി. ഇറ്റ് ഹാസ് ബിക്കം സോ ഈസി നൗ അല്ലേ. അങ്ങനെ ഒരു 2-3 റീൽസൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അവിടെ സൈക്കിൾ റിക്ഷാസ്, ചില സമയത്ത് ചെറിയ ചെറിയ ഗലികളാണ്. ഗലി എന്ന് പറഞ്ഞാൽ ചെറിയ തെരുവുകൾ, അതിനകത്തേക്കൊന്നും കാറും ഓട്ടോ ഒന്നും പോവില്ല. അപ്പോൾ സൈക്കിൾ റിക്ഷാസ്, കുറേ നടക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ യുനോ ഇൻസ്റ്റാ റീലും ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നമ്മൾ നാവിഗേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ലൈക്ക് ആരത്തി ഉണ്ടാവും രാവിലെ, ഗംഗ ആരത്തി, അത് കാണേണ്ട കാര്യമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. മിക്കവരും പോകുന്നത് തന്നെ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോയതും ആക്ച്വലി അതായിരുന്നു എൻ്റെ അട്രാക്ഷൻ. ഞാൻ വാരണാസി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ അത്ര റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല, ഞാൻ എയ്ത്തിസ്റ്റ് ആണോ, ഞാൻ ബിലീവർ ആണോ എന്നതുപോലും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ എം നോട്ട് ക്ലിയർ അബൌട്ട് ദാറ്റ് ഓൾസോ. കാരണം എനിക്ക് ബ്ലൈൻഡ് ബിലീഫ് കുറച്ച് കുറവാണ്. എല്ലാത്തിനും അതിൻ്റെ ഒരു ട്രഡീഷണൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ഐ റെസ്പെക്റ്റ് ഇറ്റ് ആൻഡ് ഐ പ്രാക്ടീസ് ഫ്യൂ ഓഫ് ദോസ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് എവറിബഡി ഈസ് ഡൂയിങ് ഇറ്റ് നീയും ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ വാരണാസി പോലെയുള്ളൊരു സ്പിരിച്വൽ പ്ലേസിൽ പോയിട്ട് ബ്ലൈൻഡായിട്ട് ഭഗവാനേ എന്ന് പറയാൻ എനിക്ക് പറ്റുമോ എന്ന ഒരു ക്വസ്റ്റ്യൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് പറ്റിയിട്ടില്ല. ഞാൻ അവിടെ പോയത് വെൻ യു ഗോ ടു സച്ച് പ്ലേസസ്, ചിലപ്പോൾ നമ്മുടെ ബിലീഫ് കംപ്ലീറ്റ്ലി സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ ആവണം എന്നില്ല. ഞാനവിടെ പോകുമ്പോൾ എൻ്റെ ബിലീഫ് കൊണ്ടല്ല ഞാനവിടെ പോയത്. ഐ വാണ്ടഡ് എക്സ്പീരിയൻസ്. I was open also for my spiritual experiences or whatever kind of experiences which will come to in my way. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ, ഒരുപാട് നാട്ടുകാർ, all social strata, everybody, how they behave, how they follow, how much they are influenced, how much they believe, അതൊക്കെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. It's basically travel is basically witnessing my world and the other people's world. That witnessing is my aim, my goal, because witnessing makes you realize a lot of things, learn things, unlearn a lot of things which is not needed. So അങ്ങനെയാണ് വാരണാസിയിൽ ഞാനിങ്ങനെ തെരുവിലൊക്കെ ഇങ്ങനെ നടന്നു. അവിടുത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിച്ചു. അവിടുത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല നോർത്ത് ഇന്ത്യൻ ഫുഡ്. കാരണം ഞാൻ ഇതിന് മുന്നേ നോർത്ത് ഇന്ത്യയിൽ കുറേ കാലം ജീവിച്ച ആളായതുകൊണ്ട് എനിക്ക് അത്ര ഒരു ക്രേവിങ് ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പം മൈ ഇൻറ്റൻഷൻ വാസ് ടു ഗെറ്റ് ക്ലീൻ ഫുഡ്. സൗത്ത് ഇന്ത്യൻസിന് വാരണാസി അത്ര ഭയങ്കര ക്ലീനായിട്ട് തോന്നണമെന്നില്ല. നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ചും ബാംഗ്ലൂരിനെ അപേക്ഷിച്ചും വാരണാസിയിൽ ക്ലെൻലിനെസ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഐദർ യു ഗോ ടു വെരി ഹൈ എൻഡ് ഹോട്ടൽസ്, അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് നമുക്കെല്ലാം കിട്ടും. പക്ഷേ വെൻ യു ആർ ട്രാവലിംഗ്, നമ്മുടെ റോഡ് സൈഡിൽ റെസ്റ്റോറൻറ്റ്സ്, നോർമൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഹൈജീൻ പ്രാക്ടീസസ് ആർ നോട്ട് വെരി ഗുഡ്. അപ്പോൾ ഞാൻ അധികം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് കഴിക്കും. ഫ്രൂട്ട്സ് കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ജീവിച്ചത് അവിടെ. പിന്നെ തിരിച്ചു വന്ന് ഞാൻ മുസ്റ്റാഷ് എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞില്ലേ, അവിടെ തിരിച്ചെത്തിയിട്ട് ദേ ഹാഡ് എ ക്യാൻറ്റീൻ. അവിടുത്തെ ക്യാഫേ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ക്യാൻറ്റീൻ ഓൺലി. ഒരു ഓപ്പൺ ടെറസ്, അവിടെ കുറച്ച് ബെഞ്ചും ഇതൊക്കെ ഇട്ടിട്ട് ഒരു നോമാഡ്സ് കൈൻഡ് ഓഫ് പ്ലേസ്. So there you see a lot of people. If you want, you can meet people. If you don't want, it's like you have to choose for yourself. I prefer
listening more than participating in conversations. Conversations participate ചെയ്യണമെങ്കിൽ very rarely I do it, but yes, I do, not very often. അപ്പോൾ എനിക്ക് listening is more, I'm more comfortable with listening to other people. So even if I'm in a group, I prefer listening. That also nourishes you, അല്ലേ? അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ, ഞാനായിരുന്നു, ഐ തിങ്ക് ഐ വാസ് ദ എൽഡസ്റ്റ് ഇൻ ദ ഹോസ്റ്റൽ ദാറ്റ് ഡേ. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു 60-year-old ജാപ്പനീസ് വുമൺ വന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയായി അവിടെ. അതുവരെ ഐ ഫെൽറ്റ് ദേ ഓൾ ആർ വെരി യങ് പീപ്പിൾ. ബട്ട് ദേ വർ ഓൾസോ ലൈക്ക് ദീസ് 20s-ലൊക്കെയുള്ള പെൺകുട്ടികളും അവരൊക്കെ ദേ വർ സർപ്രൈസ് ടു സീ, യു മാരീഡ്, ഇത്രയും വലിയ കുട്ടികളുണ്ട്, ആൻഡ് യു ആർ ഡൂയിങ് സോളോ ട്രാവൽ, യു സ്റ്റേഡ് ഇൻ എ ഹോസ്റ്റൽ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, എനിക്കങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ലൈക്ക് നമ്മൾ ഏജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിമിറ്റേഷൻ വെക്കുന്നത് ഭയങ്കര സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏജ് ഉണ്ട്, 40-ലാണോ നിങ്ങൾ, 50-ലാണോ, 20-ലാണോ, 18-ആണോ എന്നതല്ല പ്രധാനം. നിങ്ങളുടെ നടുവും കാലും മുട്ടും തലയും ഒക്കെ നേരെ നിൽക്കുന്നുണ്ടോ? നമുക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ടോ? മനസ്സിലാക്കാനുള്ള ആരോഗ്യമുണ്ടോ? കൂടെയുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം. കാരണം ഒരു 20s-ലുള്ള പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റിനേക്കാളും യങ്ങർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് 40s-ലുള്ള വിമൻ എന്ന് എനിക്ക് അന്ന് അവിടെ താമസിക്കുമ്പോൾ മനസ്സിലായി, ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. പക്ഷേ 20s-ലുള്ള വിമൻ they are still knowing. Their experience is not as much as a 40-year-old woman, right? അവിടെ അവരെത്തും. പക്ഷെ അതുവരെ അവരുടെ വിചാരം 40s-ലുള്ളവരൊക്കെ അവരുടെ ലൈഫ് ഇനി പറ്റുമോ, ഇപ്പോഴാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അതല്ല റിയാലിറ്റി. അത് എനിക്ക് മനസ്സിലായി. കാരണം ഒരു 40-ലൊക്കെ എത്തുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെ എക്സ്പീരിയൻസസ് അതവർ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് തരുന്നുണ്ട്. we are much more stronger, our perspectives are clearer, our boundaries are clearer, അല്ലേ? അപ്പോൾ ഇഫ് ഞാൻ എൻ്റെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും 20s-ലാണെങ്കിലും, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രാവൽ. പക്ഷേ 35 above വിമൻ സ്റ്റാർട്ട് ട്രാവലിംഗ്. അത് അങ്ങനെ ദൂരെ സ്ഥലങ്ങളിൽ പോകണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയാലും മതി. ഇപ്പം ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ മൈസൂർ, കൂന്നൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളില്ലേ, നമ്മൾ എത്ര ദൂരെ പോകുന്നു എന്നതല്ല പ്രാധാന്യം, നമ്മൾ പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കാരണം ആൾക്കാരെ നമ്മൾ എവിടെയും മീറ്റ് ചെയ്യും. പിന്നെ എക്സ്പീരിയൻസസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എവിടെയും സംഭവിക്കാം. അതിന് നമ്മൾ ദൂരെയുള്ളൊരു സ്ഥലത്ത് തന്നെ ട്രാവൽ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് ചെറിയ സ്ഥലങ്ങളിൽ തുടങ്ങാം കേട്ടോ. സോ പിന്നെ നെക്സ്റ്റ് ഒരു 3rd ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്സായി. കാരണം മണികർണിക ഘാട്ടിലൊക്കെ റൂംമേറ്റ്സൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തല്ലോ. അതിൽ ഇറ്റാലിയൻ ലേഡി ലെഫ്റ്റ് ആൻഡ് അനദർ പേഴ്സൺ കെയിം ഇൻ. പിന്നെ വേറെ ഒരു ബാംഗ്ലൂർ IT പീപ്പിൾ ദേ കീപ് കമ്മിങ്. അങ്ങനെ 2 കുട്ടികളും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മൾ ഒന്നിച്ച് പുറത്ത് പോവും. അവരവരുടെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അറ്റ് വൺ കോമൺ പോയിന്റ് വി മീറ്റ് അഗൈൻ, ഹാവ് ലഞ്ച് ടുഗെദർ. യുനോ, സോളോ എന്ന് പറഞ്ഞാലും നമ്മൾ പോയി വരുന്നവരെ നമ്മൾ ഒറ്റയ്ക്കാവണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ സോഷ്യൽ ആനിമൽസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ന്യൂ ആൾക്കാരെ മീറ്റ് ചെയ്യും. നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടാവും. സോ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക, സ്റ്റേയിങ് വിതിൻ യുവർ ലിമിറ്റ്സ് ആൻഡ് ബൗണ്ടറീസ്. അപ്പം നമുക്ക് ചില സമയത്ത് എനിക്ക് മിണ്ടാതിരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സൈലൻസ് ഇഷ്ടമാണ്. ഇഷ്ടം എന്നതിനേക്കാളും അതെനിക്ക് ഒരു നെസസിറ്റിയാണ് ടു കീപ് മൈ സെൽഫ്
keep myself from not getting drained of my energy. അപ്പോൾ അത് നമുക്ക് അതിന് സെൽഫ് ബൗണ്ടറീസ് ആവശ്യമാണ്. എല്ലാവരും സംസാരിക്കുമ്പോൾ കൂടെയും എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ആ പാർട്ടിസിപ്പേഷനിൽ നമ്മുടെ എൻറ്റയർ എനർജി പോകും. അപ്പം എല്ലാവർക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാനും ചിരിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റണമെന്നില്ല. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എസ്പെഷ്യലി ഞാൻ പണ്ട് ഞാനത് ട്രൈ ചെയ്യുമായിരുന്നു. ദാറ്റ്സ് കോൾഡ് പീപ്പിൾ പ്ലീസിങ് ബേസിക്കലി. ഇപ്പോഴും പീപ്പിൾ പ്ലീസിങ് ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് ഇത്രയൊക്കെ ഉണ്ടാവും, അത് ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ഡ്രെയിൻ ആവുന്നു, എൻ്റെ എനർജി ഡ്രെയിൻ ആവുന്നു, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നെർവസ് സിസ്റ്റം ഇസ് ഗെറ്റിംഗ് ലോഡഡ് എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മൾ സ്വന്തം ആ സിറ്റുവേഷനെ എക്സ്ക്യൂസ് ചെയ്തിട്ട് സ്റ്റേയിങ് അവേ ഫ്രം ദാറ്റ് പ്ലേസ് ഫിസിക്കലി വി ക്യാൻ പ്രാക്ടീസ് ദാറ്റ്. എക്സ്ക്യൂസ് മീ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാൽ മതി. അവിടുന്ന് മെല്ലെ സ്കൂട്ടാവുക എന്നാണ് അർത്ഥം. എന്നിട്ട് പിന്നെ ആരാംസെ വരിക. ഈ സ്കൂട്ടാവുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. ദേ ഓൾ അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും അവരവരുടെ സ്റ്റാർട്ടഡ് എല്ലാവർക്കും എവറി വുമൺ, ഞാൻ കാണുന്ന വിമനൊക്കെ അത് മനസ്സിലാക്കാൻ തുടങ്ങി. ഓക്കെ, ദിസ് ഇസ് ഹർ ബൗണ്ടറി. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഷീൽ കം ബാക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ കം ബാക്ക്, ദെൻ വീൽ അഗെയിൻ ഹാവ് അവർ ടുഗെദർ ടൈം. അല്ലെങ്കിൽ ഈ സമയത്ത് ഷീ നീഡ്സ് ഹർ ഓൺ ടൈം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ട്. അത് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ അതും ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഐറ്റിനറിയിലുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കാണുക. അതിൽ ചിലത് മിസ്സായി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ഓടി നടന്ന സ്ഥലങ്ങൾ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എനിക്കൊരു സ്ഥലത്ത് പോയാൽ കൂടുതൽ നേരം ആ ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. റാദർ ദാൻ ഓടി നടന്ന എല്ലാ സ്ഥലവും ചെക്ക് ബോക്സ് അത് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആൻഡ് രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ആൾക്കാർ ആരത്തിയൊക്കെ കാണാൻ പോയി. 4 മണി 5 മണി എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സന്ധ്യ ആരത്തി കണ്ടു. എനിക്കതൊരു മിസ്സിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എനിക്ക് രാവിലെ ഉറക്കം ആ സമയത്ത് ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് അന്ന് ഉറങ്ങാൻ പോയത്. പിറ്റേന്ന് രാവിലെ ഞാൻ ഉറക്കമൊക്കെ മിസ് ചെയ്ത് ഓടിപ്പോയത് കണ്ടു എന്ന് വിചാരിക്കാം. മൈ എൻറ്റയർ ഡേയ്സ് എനർജി വിൽ ബി അഫക്റ്റഡ് ആൻഡ് ഐ വിൽ നോട്ട് ഫീൽ ഗുഡ് ഇൻ മൈ സെൽഫ്. അപ്പോൾ അതിലും നല്ലത് ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങി ഫ്രഷായി എഴുന്നേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആരത്തി ഞാൻ ഈവനിങ്ങിൽ കണ്ടു. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പം നമ്മൾ റിജിഡ് ആവാതിരിക്കുക, നമ്മൾ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കാൻ ശ്രമിക്കുക. നമ്മളൊന്നിലും റിജിഡ് ആവാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കുറയും. ഇതൊക്കെ എൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. എല്ലാത്തിലും ഓടി നടന്ന് അതും ചെയ്യണം ഇതും ചെയ്യണം, നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം. എനിക്കങ്ങനെ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് കുറച്ച് കാര്യങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് അതിന് ഫീൽ ചെയ്ത് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ചോയ്സ് ഓൾസോ. പിന്നെ തിരിച്ച് ഞാൻ തിരിച്ച് ഫ്ലൈറ്റിന് തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ബുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ടൈമിന് എയർപോർട്ടിലെത്തുക, അല്ലെങ്കിൽ ട്രെയിൻ, ബസ്, വാട്ടെവർ, അതിനെല്ലാം ടൈമിങ് നോക്കി കറക്റ്റായിട്ട് ചെയ്യുക. ആൻഡ് വെൻ യു ട്രാവൽ വെയർ കംഫർട്ടബിൾ ക്ലോത്ത്സ്. ഞാൻ ജീൻസൊക്കെ ഇട്ടിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇത് റെസ്ട്രിക്ട്സ് യുവർ മൂവ്മെൻറ്റ്സ് അല്ലേ. നമ്മളെ കാലും കൈയൊക്കെ ഇങ്ങനെ വയറ്റിനടുത്ത് ടൈറ്റ് ചെയ്യും. വെൻ യു ആർ സിറ്റിംഗ് ഫോർ ലോങ്കർ അവേഴ്സ്, it's always better to wear something like cotton, linen, ഇല്ലെങ്കിൽ ഈവൻ സ്ട്രെച്ചബിൾ പാൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ടേക്കിങ് കെയർ ഓഫ് യുവർ ബിലോങ്ങിങ്സ്. എന്നിട്ട് സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തുക. എന്നിട്ട് ഈ മെമ്മറീസൊക്കെ ചെറിഷ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ്
ട്രിപ്പ് വെനെവർ ഇറ്റ് ഈസ് പോസിബിൾ ഞാൻ പിന്നെയും പോകും എന്ന് ഉള്ള ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്. ബാക്കി വാരണാസിയിൽ നിന്ന് ഞാനെടുത്ത ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാനൊരു ഷോർട്സിൻ്റെ ഫോമിൽ ഇടാം. കൂടാതെ ഈ വീഡിയോൻ്റെ എൻഡിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, ഉള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ടു ഗിവ് യു എ റഫ് ഐഡിയ. വളരെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടാവുള്ളൂ, ബട്ട് I'll add it. So happy traveling, happy finding yourself solo. That's all for today. Take care. See you in the next video. Bye. We have to go. That guy is saying this side. Okay, so yeah, we can go. Okay, if you guys feel it's okay, I'm okay. Can we have a look? You want to have a look? Yeah. Because I pasted one picture. Because people are just chilling. It's okay. What can you do? It's closed. Yeah. My son is died. Yeah. Oh, we should. The memories. Chalo. No, look here. Good? Yeah. Ulta? Okay, nice. Where's my mom? Mommy! Oi! And what's the traffic rules over here? Buonissimo. Sarita?
Jangambadi post office now. Hatsa. Looks like Morocco. Jangambari Post Office. Jangambari Post Office. I'm recording. ये आपको आपके लास्ट कस्टमर ने दिया. तो मिस्टर खान, മിസ്റ്റർ ഖാൻ അവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ്. आप अपने बारे में कुछ അദ്ദേഹമാണ് introduction दीजिए ना. അവിടെയുള്ള देखिए हम बहुत सारी, गरीब परिवार से हैं और हमने ऑटो रिक्शा इसलिए चूज़ किया चलाने के लिए. ഗലിയുണ്ട്, ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ബനാറസി സാരി ഒക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ അവിടുന്ന് സാരി വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അവിടുന്ന് നമുക്ക് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി കാണാൻ പോയി. പിന്നെ ഒരു ലഞ്ച് ഒരു ഫേമസ് ചോലെ ഭട്ടൂരയുടെ സ്ഥലത്ത് കൊണ്ടുപോയി. രാവിലെ ഞാൻ ഓട്ടോ എടുത്തിട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ ബനാറസി സാരികളാണ്. ഞാൻ ലാസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്കിൽ സിൽവർ വർക്കുള്ള ഒരു മെജന്ത ബോർഡറൊക്കെ ഉള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസൊന്നും ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. അതടിച്ചിട്ട് ഞാൻ കാണിക്കാം. में नहीं रह रही हूँ, मैं हॉस्टल में रह रही हूँ. यहाँ पे पोस्ट ऑफिस है. है, मुझे पता है, मेरे हस्बैंड ने भी. ഇതാണ് ഞാൻ പറഞ്ഞ ബുദ്ധ മൊണാസ്ട്രി. മണികർണിക ഘാട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ മരണത്തിനുള്ള പ്രാധാന്യം, മനുഷ്യ ജീവിതത്തിനുള്ള പ്രാധാന്യം, ഇതിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് പോകുന്നത്. റിച്ചും പുവറും അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരും ഒരേ നിലത്തിലുള്ള കത്തുന്നു.
ഇത് മാത്രമാണ് ചെയ്യുന്നത്. ठीक है, नॉर्मल वाटर शिफ्ट कर दूँ. ഞങ്ങളിവിടെ ബനാറസി ബാങ്ക് കുടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുടിച്ച് ശീലമില്ലാത്തവർക്ക് വളരെ ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രീൻ ബോൾ അവർ പാത്രത്തിൽ നിന്ന് എടുക്കും. എന്നിട്ട് ठंडाई എന്ന് പറഞ്ഞ ഡ്രിങ്കിൽ മിക്സ് ചെയ്തിട്ട് തരും. അതാണ് ഈ കാര്യം.